വെൽക്കം ടു ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളത്തെ പത്തനംതിട്ട ജില്ലയിൽ കോന്നി പ്രദേശത്ത് നിൽക്കുകയാണ്. ഇപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ വിശേഷം പറയാം. ഞാനൊരു തറവാട് വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ വന്നത്. ഇവിടുത്തെ തറവാട്ടമ്മയൊക്കെ പരിചയപ്പെടാം. എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഫ്രണ്ടാണ്. അപ്പോൾ കോന്നിയിൽ വന്നിട്ട് ഒരു പുതിയ സുഹൃത്തിനെ കിട്ടിയിരിക്കുകയാണ്. ശ്രീമതി ലിജി. പുള്ളിക്കാരിയാണ് നമ്മൾ അതായത് നേരത്തെ പോയി കഴിച്ചൊരു കഫേ ഉണ്ടല്ലോ, കർഷക കഫേ. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റാണ് അല്ലേ, ആ സൊസൈറ്റി സെക്രട്ടറിയാണ്. അപ്പം നമ്മളവിടെ വന്ന് അത് കഴിഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്. ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്നെ തപ്പി വന്നു, സത്യം പറഞ്ഞാൽ കോന്നി ഭാഗത്ത് വന്നിട്ട്. അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നു. അവരുടെ വീടാണിത്. ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ ഇവിടെ. മക്കളൊക്കെ വിദേശത്താണ്. പക്ഷേ ആക്റ്റീവാണല്ലേ ഇവിടെ രണ്ടാളും. പിന്നെ ഇവിടുത്തെ രസം എന്ന് വെച്ചാൽ വളരെ 100 വർഷം പഴക്കമുള്ള തറവാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. പിന്നെ എനിക്ക് ഡ്രസ്സ് മാറാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറിയത് അങ്ങനെയാണ്. ഓ വെരി ഗുഡ്. ഓക്കെ. ഇതിപ്പോൾ പിന്നെ കുഴലപ്പം, ഇത് നമ്മളുടെ ചേമ്പ് ഉപ്പേരി. അത് ഈ സൈഡിലൊക്കെ വളരെ പ്രധാനമാണ് അല്ലേ, ഓമല്ലൂരും പത്തനംതിട്ട. അപ്പം വട്ടയപ്പം. ഓക്കെ. ചെറിയൊരു സൽക്കാരം അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നല്ല വട്ടയപ്പം കാണുമ്പോൾ അറിയാം. അയ്യോ വേണ്ട നന്നായിട്ടുണ്ട് കേട്ടോ വട്ടയപ്പം, ഗംഭീരം. കള്ളുണ്ടോ ഇതിൽ? കള്ള് ഇല്ല. പിന്നെ അതെ കറക്റ്റ്. പഴയ വീട്, 4 മുറിയുണ്ട്. പക്ഷെ ഒത്തിരി മുറിയുണ്ട്. മോഡേൺ അല്ലെന്നേ ഉള്ളൂ. ഒരുപാട് അന്ന് ഗ്രാൻഡ് ഫാദർ വെച്ച വീട്. ഞങ്ങളത് കളയാതെ 100 years old അപ്പൂപ്പൻ. ഇത് 3rd generation സൂക്ഷിക്കുന്നു. ഒന്നും തറ മാത്രം ഒന്ന് ഇട്ടതേ ഉള്ളൂ, വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. എല്ലാം പഴയതുപോലെ തന്നെ കുടിക്കാൻ ചൂടുള്ള മണം. ഇത് മധുരത്തിന് എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? ശർക്കര. ഇവിടെ നല്ല ശർക്കര കിട്ടും. എവിടെയാണോ അവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നു ശർക്കര. ഓ അത് ഞാൻ വാങ്ങിക്കും. 1 വർഷത്തേക്കുള്ളത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും. ഓ കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് അഴുക്കൊന്നും ഇല്ല. നല്ല ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. കല്ലും മണ്ണൊന്നും ഇല്ല. അതേതാ സ്ഥലം? നരിയാപുരം എന്ന് പറയും. ഇവിടെ അടുത്താണോ? പത്തനംതിട്ടയിൽ കൈപ്പട്ടൂര്, നരിയാപുരം, പന്തളത്തിന് പോകുന്ന വഴി. ഓ അത് ശരി. അവിടെ കരിപ്പട്ടി നല്ല കിട്ടുന്ന ഈ നല്ല നാടൻ ശർക്കര കിട്ടും. അപ്പം ആ നാടൻ ശർക്കര വെച്ചുണ്ടാക്കിയ വട്ടയപ്പമാണ്. ഭയങ്കര രസമുണ്ട്. അങ്ങനെ ഉണ്ടാക്കും. പിന്നെ കഫേലോ അവർക്കൊക്കെ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് മുമ്പ് കൊടുക്കും. ഇന്നിപ്പോ രാവിലെ പാലപ്പമായിരുന്നു. അതിന്റെ ബാക്കിയും കൊണ്ട് ഉണ്ടാക്കിയല്ല, വട്ടയപ്പത്തിനായിട്ട് എടുത്തൊന്നുമല്ല. കാരണം കഴിക്കാതെ നന്നായിട്ടുണ്ട്. പിന്നെ അവിടെ ഇതൊന്നും ഇല്ലല്ലോ, കട്ട്ലേഡി പപ്പായ ഒന്നും ഇല്ലല്ലോ മാഡത്തിന്? ഇല്ല. തൈ ഉണ്ടോ? കായ ഉണ്ടോ? ഓ അത് ശരി. ഇവിടെ ഫ്രൂട്ട് കൃഷി ഇതേ എനിക്ക് തോന്നുന്നു പാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ? എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. പാഷൻ ഫ്രൂട്ട്, റംബുട്ടാനി. ജൂൺ ജൂലൈ ആയ പിന്നെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സിന്റെ സമയമാണ്. അയ്യോ, ചക്ക, മാങ്ങ എല്ലാം. എപ്പോഴേലും അറിയിച്ചിട്ടൊക്കെ വരിക കോന്നി വരുമ്പോ. ഞാനിതെല്ലാം മാഡത്തിന്റെ എല്ലാം കാണാറുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒന്ന് കാണണം, പരിചയപ്പെടണമെന്ന് ഓർത്ത് അതിന്ന് ഇങ്ങനെ പറ്റിയത് വലിയൊരു സന്തോഷം. കാരണം കഫേലോട്ടൊക്കെ ക്ഷണിക്കാനും പിന്നെ ഞങ്ങള് ക്ലബിലാന്നേലും ഞാൻ ഓർത്ത് അവിടുത്തെ ഞങ്ങളുടെ വിമൻസിന്റെ എന്തെങ്കിലും മീറ്റിങ്ങിനൊക്കെ മാഡത്തെ ഒന്ന് വിളിക്കണം. പക്ഷെ എനിക്ക് അല്ലാതെ ഒന്ന് നമ്പറോ കാര്യമോ കോണ്ടാക്ട് കിട്ടിയിട്ടില്ല. മനസ്സിലായി. കുഴപ്പമില്ല, ഇനിയിപ്പോൾ അറിയാലോ നമ്മള്. അതെ പിന്നെ തീർച്ചയായിട്ടും നല്ല രസമുള്ള വീട്. ഇത് വെളിയിൽ കാണുന്ന 2-3 ഇങ്ങനെ അതൊക്കെ ഔട്ട് ഹൗസുകളും തൊഴുത്ത്. പിന്നെ അത് ഞങ്ങൾക്ക് വളത്തിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. വളം സൂക്ഷിക്കാനുള്ള ഇത്രയും കൃഷിയല്ലേ, മനസ്സിലായി. ഓക്കെ. പിന്നെ അങ്ങനെയുള്ള പിന്നെ അപ്പൊ അപ്പൂപ്പൻ ആ മക്കൾ അവരെല്ലാരും പലരും പല സ്ഥലം ആണല്ലേ. ഈ തറവാട് നിങ്ങളുടെ ഫാമിലിക്കാ കിട്ടിയല്ലേ? ഓ അതൊരു വലിയ ഭാഗ്യമായി. സൂക്ഷിക്കുന്ന ആൾക്കാരുടെ ഇവിടെ ഒരു മകനേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അതിന്റെ അവകാശിയാണ്. ഓക്കെ, 3 സിസ്റ്റേഴ്സ്. അവര് ഓക്കെ മനസ്സിലായി. കൊള്ളാം, നൈസ്.
അപ്പോൾ ഇനി മുന്നോട്ട് പോവാണ്. എന്ത് രസകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് നോക്കിയാൽ. ഇങ്ങനെ ഒരു വീടൊക്കെ നമുക്ക് കിട്ടത്തില്ലല്ലോ കാണാൻ. പഴയ മനസ്സിലായി, പഴയ തറവാട്, ഇങ്ങനെ നിരയും വരയും ഒക്കെ ആയിട്ടുള്ള അല്ലെ, മേളിൽ തട്ടും അറയുന്നരയൊക്കെ അകത്തുണ്ട്. നിറച്ച് പ്ലാന്റ്സ്, ഗ്രീനറി, ഒരുപാട് ഫ്രൂട്ട് ട്രീസ് ഉണ്ട്. ഞാൻ ഇട്ട് തരാം. ഇത് ഒരു റെഡ് ജെയ്ഡ് വെയിൻ എന്ന് ഞാൻ കാണിച്ചത്. പൂവാണത്, തൂങ്ങി കിടക്കുന്നതാണോ? ഓ, അത് ഇവിടെയൊക്കെ ഉള്ളത് പോലത്തെ അല്ലേ, നമ്മുടെ ഗവിയില്. അയ്യോ, അത് ഭയങ്കര ഭംഗിയാ. ആണല്ലേ? ഓ, ഓക്കെ, തരാം തരാം തരാം. ഞാൻ ആ 2 വീഡിയോ. പക്ഷെ അതിന് ക്ലൈമറ്റ് ജൂൺ ജൂലൈ ആണല്ലേ? അതല്ല നമ്മുടെ നാട്ടില് തണുപ്പ് വേണമെന്നുണ്ടല്ലേ കുറച്ച്? ഇല്ല ഇല്ല, നമ്മുടെ നാട്ടിലൊക്കെ വളരും. ഇങ്ങനെ പാടാണ്. ഇത് ലെയർ ചെയ്താ തൈ പിടിപ്പിക്കുന്നത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. പിന്നെ അത് മണിമുല്ലയായിരുന്നു കഴിഞ്ഞ വർഷം. നിറയെ ഫ്ലവർ ആയിട്ട്. അതേതാ ഒരു മണിമുല്ല എന്ന് പറഞ്ഞ ചെറിയ പൂക്കൾ? അതന്നെ, അതെവിടെയാ? അത് വീടിന്റെ മണ്ടക്കായിരുന്നു. അത് പോയപ്പോ എടുത്ത് കളഞ്ഞു. ആവുമ്പോഴത്തേന് അതേ തിങ്ങി. അത് കിട്ടുമോ അതിന്റെ തൈ? തരും. മണിമുല്ല എന്ത് രസമാണ് നോക്കി. ഇവിടെ എല്ലാം നിറയെ ചെടികളും പൂക്കളും ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളതായിട്ട്. ഇത് അവരുടെ എരുത്തിലായിരുന്നു ആ സൈഡ്. പിന്നെ വളമൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 100 years old തറവാട്. ബ്യൂട്ടിഫുൾ. കുറേ പച്ചമുളക് ഉണ്ട് കേട്ടോ, പല വെറൈറ്റീസ്. ഓ, അല്ലെങ്കിൽ നിറയെ കിടക്കുന്ന കാണായിരുന്നു അല്ലേ? അപ്പോൾ എന്തോ ചെയ്യും? മുളക് പറിച്ചിട്ട് ഉണക്കും അല്ലേ? പഴുപ്പിച്ചോളൂ, പൊടിച്ചെടുക്കാം. മനസ്സിലായി. കൃഷിഭവന്റെ അവര് തരുന്നതാണല്ലോ കഫേ. ഓ, ശരിയാണല്ലോ, കർഷക കഫേ അല്ലേ? 1500 മൂട് അവിടെ നട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ആണോ? അത് ശരി. വേറെ പ്രോപ്പർട്ടി ഉണ്ടല്ലേ? ബന്ധു കൃഷി ഉണ്ടായിരുന്നു. അമ്പലത്തിലേക്കുള്ള പൂവെല്ലാം. കൊള്ളാലോ, ഭയങ്കര രസല്ലേ. ഇതാണ് എഴുത്തില്ലല്ലേ? ഇപ്പൊ പശുവൊന്നും ഇല്ലായിരിക്കും. ഒരാളുണ്ടോ? കുഞ്ഞനുണ്ട്. ഉണ്ട് കറക്റ്റ്. പഴയ തറവാട്, ഇങ്ങനത്തെ 100 വർഷം പഴക്കമുള്ള തറവാടൊന്നും ഇപ്പം വളരെ വിരളമാണ്. ഒരുപാട് പേര് അത് ഇടിച്ച് കെട്ടുന്നു. പക്ഷെ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യുന്ന കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ. മാവും പ്ലാവും, റംബുട്ടാനുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അത് ജൂൺ ജൂലൈ മാസം വരികയാണെങ്കിൽ ഇതെല്ലാ കായ്ഫലങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ വീണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നു. കോന്നി പരിസരം തന്നെയാണ് യാത്ര പറഞ്ഞിട്ട് പോവാം. നിറയെ പൂക്കൂല്ലേ? ഓ, ഇതിന്റെ പേരെന്താ പറഞ്ഞേ? മണിമുല്ല. ഞാൻ കൊണ്ടുപോവാണ്. നമ്മുടെ അവിടെ വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ നല്ല രസമല്ലേ. ഇതൊക്കെ മാവ്, ഏത് മാവ്? അങ്ങനെ വല്ലതും ഉണ്ട് സാധാരണ? വളരെ പഴക്കം. ഞാൻ നോക്കി അതിന്റെ ബ്രാഞ്ച് ഇങ്ങനെ പോകുന്നു. നോക്കി എന്ത് ഭംഗിയായിരിക്കുന്നു. അയ്യോ, നന്നായി കേട്ടോ. സ്റ്റാൻഡ് കൊടുത്ത്, അതെ 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 അതെ, നോക്കിയേ, സ്റ്റാൻഡ് കൊടുത്ത് ആ ഒരു ബ്രാഞ്ചിനെ നിർത്തിയിരിക്കുന്നു. അതിൽ വേറെ ചെടികൾ, മറ്റേ ഓർക്കിഡ് പോലത്തെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഡാൻസിങ് ഗേൾ ആണോ? മറ്റേത് അല്ല, യെല്ലോ, അത് ഗോൾഡൻ കാസ്കേഡ് ആണല്ലേ? ഇത് ഗോൾഡൻ കാസ്കേഡ്. മറ്റേ ഓർക്കിഡിന്റെ പല ടൈപ്പ്. അതൊക്കെ ഈ ട്രീ ട്രങ്കിൽ വളരുന്ന സംഗതികൾ. അങ്ങനെ നമ്മുടെ ലിജി വർഗീസിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞു പോവാണ്. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ വന്ന സമയത്ത് ഇത് പൂത്ത് നിൽക്കുന്നില്ല. പക്ഷെ എനിക്ക് പഴയ വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ട് മണിമുല്ല അല്ലേ, മണിമുല്ലയും ജെയ്ഡ് വൈൻ, അതും രണ്ടിൻ്റെയും ചെറിയ 2-3 ഷോർട്സ് ഞാൻ ഇതിനിടയ്ക്ക് കൊടുക്കുക. അത് ഏത് സമയത്താണ് നിറച്ചിങ്ങനെ കിടക്കും? ജൂൺ ജൂലൈ തൂങ്ങി കിടക്കും. ഓക്കെ, ഇത് മഴ സമയം. അതിനെ മുറിച്ചല്ലോ. ഫെബ്രുവരി. ഓ, വീണ്ടും ഉണ്ടല്ലേ? പെട്ടെന്ന് വളരുന്നതാണോ? അപ്പോൾ അത് ഓക്കെ, 1 വർഷം കൊണ്ട് വള്ളി. ഇതാണ് അതിന്റെ മുട്ട. ഇതാണ് ജെയ്ഡ് വൈൻ. ഇത് നമ്മൾ ഗവിയിലൊക്കെ പോകുമ്പോൾ തൂങ്ങി കിടക്കുന്നൊരു ഫ്ലവറാണ്. എല്ലാം ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവിടെ ഒരുപാട് ചാനലുകാരൊക്കെ വന്ന് ഇതൊക്കെ പിക്ചറൈസ് ചെയ്ത് പത്രത്തിൻ്റെ എല്ലാം മുഖചിത്രമായിട്ട് വരെ വന്നു. ഫ്രണ്ട് കവറേജ്. വാ, ഇത് റെഡ് കളറിലെ ഫ്ലവേഴ്സ് ആണ്. തൂങ്ങി കിടക്കും. അതുപോലെ അല്ലെ ഈ വീട്ടിലെ കളർ. പക്ഷെ അത് ഈ സീസണിൽ വരേണ്ടതല്ല, എന്നാലും വരും. ആണല്ലേ? അതെ. ഈ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു നടപ്പന്തൽ പോലെ ഇങ്ങനെ ഭംഗി ആണല്ലേ? എന്ത് ഭംഗിയായിരിക്കും ആ സമയത്ത് പറ്റുമെങ്കിൽ വരാം. ഒരു ജൂൺ ജൂലൈ സമയത്ത് ഇതുവഴി പാസ് ചെയ്യുകയാണെങ്കിൽ വരാം. ഓ, പിന്നെ പോയിട്ട് വരട്ടെ അപ്പോൾ. ഓക്കെ.
നമ്മളിപ്പോഴും കോന്നി പരിസരത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പത്തനംതിട്ട ജില്ല. ഇപ്പോൾ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തൂടെ പോകുന്നു. ഇവിടെ വീട്ടിലെ ഊണെന്ന് പറഞ്ഞൊരു ചെറിയ കടയുണ്ട്. കടയെന്ന് പറയാം, വീടും കടയും. അവർ വീട്ടിലെന്തുണ്ടാക്കുന്നോ അത് തന്നെയാണ് വരുന്നവർക്ക് കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നത്. കുറച്ച് സമയം താമസിച്ചു. ഉള്ള കാര്യങ്ങൾ വെച്ച് കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് ചെറിയൊരു ജംഗ്ഷൻ പോയിൻ്റാണ്. ഇവരുടെ വീടിൻ്റെ റൂം തന്നെയാണ്. വീടിൻ്റെ ഡൈനിങ് ഏരിയ ആണല്ലേ. വീട്ടിനകത്ത് വന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെയാണ്. അവർ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കുറച്ച് ആൾക്കാർക്കും കൂടി കൊടുക്കുന്നു. ശരിക്കും നമ്മളൊരു വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ ഡൈനിങ് റൂമിലിരുന്ന് കഴിക്കുന്ന പോലെ. അവരുടെ സോഫ കിടക്കുന്നുണ്ട്, ടി വി. അവരുടെ ഡൈനിങ് കം ഡ്രോയിങ് റൂമാണ്. ബെഡ്റൂംസൊക്കെ ചുറ്റുമുണ്ട്. അവരുടെ കിച്ചൺ. അപ്പോൾ ഇതൊരു കോൺസെപ്റ്റാണ്, വീട്ടിലെ ഊണെന്ന് പറഞ്ഞ് പുറത്ത് എഴുതിച്ച്. അപ്പോൾ അവർ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് പുറത്ത് കൊടുക്കുന്നത്. ഹോംലി ഫുഡ്. ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ? തിരക്കൊക്കെ കഴിഞ്ഞോ? ഉച്ചയ്ക്ക് കുറേ ആൾക്കാർ വരുമോ കഴിക്കാൻ? എന്തോ വേറെ 2 കടയുണ്ടോ? നമ്മുടെ അല്ലല്ലോ, വേറെ കടക്കാരൻ. ആ ആ ആ. അപ്പോൾ ഇവിടെ ആൾക്കാർ വരുമല്ലോ. വല്ലപ്പോഴും അല്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന വീട്ടിലാവശ്യത്തിന് ഉണ്ടാക്കും അല്ലേ? ഇവിടെ ആരൊക്കെയാ ഉള്ളത്? 2 ആൾ മാത്രമേ ഉള്ളോ? ഹസ്ബൻഡ് വൈഫ് മക്കളും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെ അറിയും? കൂടുതലുണ്ടാക്കും അല്ലേ? ആൾക്കാർ വരുമ്പോൾ ഒക്കെ അത്രേ ഉള്ളൂ. ഒരു 10-15 പേർക്ക് കൂടെ എക്സ്ട്രാ ഉണ്ടാക്കും. അത് തീരും അങ്ങനെ ഉള്ളതുപോലെ. പക്ഷെ ഇന്നിപ്പോൾ ഉണ്ട് എന്തോ ഭാഗ്യത്തിന്. ഓക്കെ. നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റായിട്ട് വന്നിരുന്ന് കഴിക്കുന്ന പോലെയാണ്. ഇന്നത്തെ ഇവരുടെ കറി തീയൽ, സാമ്പാർ, മാങ്ങ അച്ചാർ, പയറ് തോരൻ, പുളിശ്ശേരി, പിന്നെ ഫിഷ് ഫ്രൈയും ഉണ്ടാകും. ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ചമ്മന്തി, കിച്ചടി, അച്ചാർ, പയറ് തോരൻ, പുളിശ്ശേരി, നല്ല അവിയൽ, സാമ്പാർ. വൈറ്റ് റൈസാണ്. ജയോ സുലേഖ അങ്ങനത്തെ അരിയാണ്. നെല്ലിക്ക അച്ചാർ. അയ്യോ കുറേ ഉണ്ടല്ലോ. ഇതുപോലെ നമ്മൾ ശരിക്കും ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പക്ക ഹൗസ് ഫുഡ്. ഒരു വീട്ടിനകത്ത് വന്ന് അവരുടെ ഭക്ഷണം നമ്മൾ ഷെയർ ചെയ്യും. പപ്പടം നമ്മൾ സ്വന്തമായിട്ടാണോ കഴിക്കാൻ വിളമ്പേണ്ടത്? അങ്ങനെയാണോ? ഓക്കെ. ചോറ്, പിന്നെന്താ തീയലെടുക്കുന്നു, നെല്ലിക്ക അച്ചാർ, പയറ് തോരൻ, സെൽഫ് സർവീസ് ആയത് നന്നായി. നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ടല്ലേ എടുത്ത് കഴിക്കുന്നത്. കിച്ചടി, ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, മാങ്ങ അച്ചാർ, പപ്പടം. ഒരു കുറവുമില്ല എല്ലാത്തിനും. ഓക്കെ. അവിയൽ, മോര് കാച്ചിയത്. എൻ്റെ പ്ലേറ്റ് നിറച്ച് കറികളും ചോറും. ഓക്കെ. അവർ 2 പേരെ കൊണ്ട് വെച്ചിട്ട് പോയി കേട്ടോ. നമുക്ക് ഇഷ്ടത്തിൽ കഴിക്കാം. അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം. ചെടി നല്ല മോര് കാച്ചിയത്. പക്ക ഹോം ഫുഡ്. അയല ഫ്രൈയും കൂടി കിട്ടി. നിങ്ങളെ 2 പേരും കാണുന്നില്ല, ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ വീട്ടിൽ ആളുണ്ടോ എന്ന് തന്നെ സംശയം. ഞാൻ മാത്രമേ ഉള്ളൂ. അവരെല്ലാം ഒളിച്ചിറക്കും. ഹസ്ബൻഡും വൈഫും മക്കളും ഉള്ള വീടാണ്. മക്കളെയൊന്നും കണ്ടില്ല. ഹസ്ബൻഡ് ആണ് ആദ്യം നമ്മൾ കണ്ടത്. വൈഫ് ഇടയ്ക്ക് വന്നിട്ട് ഓടി എല്ലാം എടുത്ത് വന്നിട്ട്. ഇതവരുടെ വീടാണല്ലോ. ബെഡ്റൂമിലേക്ക് പോയി. ജസ്റ്റ് കയറി വരുന്ന റൂമാണ്. ഡൈനിങ് കം ഡ്രോയിങ് റൂം. അതേ ചമ്മന്തി. ശരിക്കും പറഞ്ഞാൽ ചോറിനെ കറി കൂടുതൽ കറി ഞാനെടുക്കും. സച്ച് ഹോംലി ഫുഡ്. അപ്പോൾ ഒരു ബന്ധു വീട്ടിൽ വന്ന് കഴിക്കുന്ന പോലെ കഴിക്കും. അയല ഫ്രൈ, നല്ല മസാല, നൈസ്. ഓക്കെ. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഒരു കട? ഇത് കടയല്ല, വീടാണ്.
ഇതാണ് ഈ വീട്ടിലെ ഗൃഹനായിക. ഹസ്ബൻഡാണ് നേരത്തെ വന്നപ്പോൾ കണ്ടത്. നിങ്ങൾ രണ്ട് മക്കളൊക്കെ ഇപ്പോൾ എവിടെയാ ഈ സമയത്ത്? ഒരു മോനും ഒരു മകളുണ്ട്. നേഴ്സാണോ? പിന്നെ ഒരു മോനും മൂത്ത മോനും കുടുംബവും പരിമലയാണ്. ഓക്കെ. ഇതിപ്പോ ഈ ഒരു വീട്ടിലെ ഊണ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇത് അമ്മയും അച്ഛനും തുടങ്ങി വെച്ചതാ. 7 വർഷം. 7 വർഷം? 70? ഞങ്ങളപ്പോ ഏറ്റെടുത്തിട്ട് ഒരു 4 വർഷത്തോളമല്ല. അമ്മയ്ക്ക് വയ്യാതിന് ശേഷം ഞങ്ങളെ. അപ്പൊ അച്ഛനും അമ്മയായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നേ? ഒരു 70 വർഷമായിട്ട് ഇങ്ങനെ വീട്ടിലെ ഊണ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലേ? അപ്പൊ അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അത്രേ ഉള്ളൂ. അതന്നെ, അത് വരുന്നവർക്കും കൂടി കഴിക്കുന്ന ഭക്ഷണം തന്നെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് വരുന്നവർക്കും കൂടി കൊടുക്കുന്നു, തീരുന്നവരെ കൊടുക്കും, അത്ര തന്നെ. അത് കൊള്ളാം കേട്ടോ, ഭയങ്കര രസമുണ്ട്. നമ്മളൊരു വീട്ടിൽ വന്ന് നിങ്ങളുടെ ഒരു ബന്ധു വന്ന് കഴിക്കുന്ന പോലെ ഉള്ളൂ അല്ലേ? അവന്റെ സൗകര്യം അനുസരിച്ച് കഴിക്കുക. കൊള്ളാം, അടിപൊളി, നല്ല ഫുഡ്. ഞാൻ പറയുന്നു, നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റും എല്ലാം, ഹോം ഫുഡ്. പലയിടത്തും ഹോംലി ഫുഡെന്നൊക്കെ എഴുതി വെച്ചിരിക്കുമെങ്കിലും അതൊന്നും ഒരു ഹോംലി ഫുഡ് ആയിരിക്കത്തില്ല. പക്ഷേ ഇതൊരു വീട്ടിലെ ഊണെന്ന് പറഞ്ഞാൽ വീട്ടിലെ തന്നെ ഊണ് കഴിക്കാൻ നമ്മൾക്കും കൂടി തരുന്നു. അതായത് ടൈം ലിമിറ്റ് ഇല്ലാന്നാണ് പറയുന്നത്. അതായത് ഇവർ ഉറങ്ങുന്നത് വരെ ആര് വന്നാലും ഉള്ള കറി വെച്ച് കൊടുക്കും. ചിലപ്പോൾ കറികൾ പറഞ്ഞാൽ ഉള്ള കറി വെച്ച് കൊടുക്കും. ചമ്മന്തിയും ചോറുവാണെങ്കിലും കിട്ടും. അങ്ങനെ ധൈര്യമായിട്ട് വരാം എനി ടൈം. ഭക്ഷണം നമ്മളിങ്ങനെ യാത്രയുടെ ഇടയ്ക്ക് വിശന്നിട്ട് ഹോട്ടൽസിലൊന്നും പോകാണ്ട് വീട്ടിൽ വന്ന് കഴിക്കുന്ന പോലെ ഇവിടെ വന്ന് കഴിച്ചേച്ച് പോകാം. ഇപ്പോൾ സമയം 3 മണിയായി. ഞാൻ 3 മണിക്ക് വന്നപ്പോഴും എല്ലാ കറികളും ഉണ്ട്, എല്ലാം ഉണ്ട്. ഫുൾ കുറം അല്ലേ? എല്ലാം നന്നായിട്ടുണ്ട്. ഗുഡ്, വെരി നൈസ്. അങ്ങനെ സന്തോഷമായിട്ട് നമുക്ക് കഴിച്ചിട്ട് പോവാം. ഇവിടെ വന്ന് വീട്ടിലെ ഊണ് എപ്പോൾ വന്നാലും വെൽക്കം. ഇങ്ങനൊരു കട ഒരിടത്തും ഉണ്ടാവില്ല. ഇതൊരു കടയല്ല, ഇതൊരു വീടാണല്ലോ. വീട് ഓപ്പൺ ടു ഓൾ ടിൽ 10 o'clock. ഉറങ്ങുന്നവരെ ഭക്ഷണം കിട്ടും. കഴിച്ചു തീർക്കട്ടെ. ഞങ്ങളിവിടെ ഊരാളി അപ്പൂപ്പൻ്റെ അവിടെ വന്നു. കൊട്ടാഞ്ചി പോകാൻ പോണു. 2 വഴി, അത് 2 പരിപാടിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. നല്ല വീട്ടിലെ ഭക്ഷണം കഴിച്ചു. ഇവിടെ കഴിച്ചിട്ടുണ്ടോ? ആണോ? ആഹാ, അത് ശരിയാണ്, ഇവിടെ അങ്ങനെയാണല്ലോ. മനസ്സിലായി. സുഖമായിരിക്കും. ഓക്കെ, താങ്ക് യു. അയ്യോ വാ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പോയിട്ട് വരട്ടെ. താങ്ക് യു. ശരി, കാണാം. ഇനി ഇതുവഴി വരുമ്പോൾ വീണ്ടും വരാം. ഓക്കെ, ശരി, തീർച്ചയായിട്ടും. നല്ല ഭക്ഷണം, വീട്ടിലെ ഊണ്, വീടിനകത്തുനിന്ന് യാത്ര പറഞ്ഞു പോകും. അതെ അതെ, പൈസ കൊടുക്കണ്ട, സ്വന്തം വീട് പോലെ മേടിക്കുന്നില്ലായിരുന്നു, പക്ഷെ നിർബന്ധിച്ചു കൊടുത്ത ആണല്ലേ. പൈസ കൊടുത്തില്ലെങ്കിലും ഭക്ഷണം കൊടുക്കും. വിശന്ന് വന്നാൽ എല്ലാവർക്കും ഭക്ഷണമുണ്ട് ഇവിടെ. പോയിട്ട് വരാം. കൊട്ടവഞ്ചിയിൽ കയറി അരണ്യകോ അവരുടെ മറ്റൊരു ഭക്ഷണത്തിന്റെ ഒരു സ്ഥലം, അതുമെല്ലാം കാണിച്ചിട്ട് അവിടെ ഊഞ്ഞാലും ഉണ്ടോ? അത് അറിയാം എനിക്ക്, ഞാൻ പണ്ട് താമസിച്ചിട്ടുണ്ട്. മറ്റേ ബാംബു കോട്ടേജസ് അല്ലേ. പക്ഷെ ഇന്നിപ്പോ തിരിച്ച് വീട്ടിൽ പോകണം, പ്ലാനില്ല താമസിക്കാൻ. അങ്ങനെ വീട്ടുകാരോട് യാത്ര പോകണം. ശരിക്കും ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കസിൻ്റെ വീട്ടിലോ ആൻറ്റിയുടെ വീട്ടിലോ ഒക്കെ പോയി ഭക്ഷണം കഴിച്ചിറങ്ങുന്ന പോലെ, അത്രേ ഉള്ളൂ, സിമ്പിൾ.